കൂത്താട്ടുകുളത്തെ രാഷ്ട്രീയ സംഘർഷത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായി എന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നു. റൂറൽ പോലീസ് അഡീഷണൽ SP M കൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൊടുത്തു. നടപടിക്ക് ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ട് DIGക്ക് കൈമാറിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് മറ്റു വിവരങ്ങൾ നൽകും. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലറായ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട അന്ന് വലിയ സംഘർഷം കൂത്താട്ടുകുളത്ത് നടന്നിരുന്നു. ആ ഘട്ടത്തിലാണ് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ പോലീസിനെതിരെ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചത്. ഈ തട്ടിക്കൊണ്ടുപോകലിന് കൂട്ടുനിന്നത് പോലീസാണ്, ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണെന്നൊക്കെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അവിടെ അനാവശ്യമായ ഒരു സംഘർഷം ഉണ്ടാക്കിയത് പോലീസാണ് തരത്തിലുള്ള പരാതികളാണ് അവർ ഉന്നയിച്ചത്. ആ പരാതി അവർ ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുകയൊക്കെ ചെയ്തിരുന്നു. ആ പരാതിയിന്മേലാണ് ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അഡീഷണൽ SP S കൃഷ്ണനോടാണ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. 2 ദിവസം മുമ്പ് റിപ്പോർട്ട് കൈമാറി. ആ റിപ്പോർട്ടിൽ പറയുന്നത് പോലീസിന് ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. സംഘർഷം ഒഴിവാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അങ്ങനെ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. അതിൽ ചില നടപടികൾ ശുപാർശ ചെയ്തുകൊണ്ട് ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് DIGക്ക് കൈമാറിയിട്ടുണ്ട്. കൂത്താട്ടുകുളത്തെ സംഘർഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരു വിഭാഗം അത് പോലീസുകാരാണെന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.